വിറ്റാമിൻസിൻ്റെ കുറവ് ശാരീരിക രോഗങ്ങൾക്ക് കാരണമാകുന്നു. അതേപോലെ ആത്മാവിൻ്റെ ദുർബലതയുടെ കാരണമാണ് അനുഭവമാകുന്ന വിറ്റാമിൻ്റെ കുറവ്. ഏതുപോലെ എ, ബി, സി എന്ന വെറൈറ്റി വിറ്റമിൻസ് ഉണ്ടല്ലോ. ഇവിടെ എ എന്നത് ആത്മാവിൻ്റെ വിറ്റമിൻ, വിറ്റമിൻ ബി ബാബയുടേത്, വിറ്റമിൻ സി ഡ്രാമയുടെ ക്രിയേഷൻ അഥവാ സർക്കിൾ എന്ന് പറയാം. അപ്പോൾ പരിശോധിക്കൂ, ഏത് വിറ്റമിൻ്റെ കുറവാണുള്ളത്? ആത്മാവിൻ്റെ അനുഭൂതിയാകുന്ന വിറ്റാമിൻ്റെ കുറവുണ്ടോ? പരമാത്മാവുമായുള്ള സംബന്ധത്തിൻ്റെ കുറവുണ്ടോ? ഡ്രാമയുടെ ഗുഹ്യതയുടെ അനുഭൂതിയുടെ കുറവുണ്ടോ? സമ്പർക്കത്തിൽ വരുമ്പോൾ വിശേഷതകളുടെ അനുഭൂതിയുടെ കുറവുണ്ടോ? സർവശക്തികളുടെയും സ്വരൂപത്തിൻ്റെ അനുഭൂതിയുടെ കുറവുണ്ടോ? ഈ വിറ്റമിനുകളുടെ എല്ലാം കുറവിനെ മനനശക്തിയിലൂടെ നികത്തൂ. ശ്രോതാവിൻ്റെ സ്വരൂപമോ പ്രഭാഷണം നടത്തുന്നതിൻ്റെ സ്വരൂപമോ ആകുന്നത് കൊണ്ട് മാത്രം ആത്മാവിന് ശക്തിശാലി ആകുവാൻ സാധിക്കില്ല. അനുഭവങ്ങളെ വർദ്ധിപ്പിക്കൂ. അതിനുള്ള ആധാരമാണ് മനനശക്തി. മനനം ഉള്ളവർ സ്വതവേ മഗ്നം ആയിരിക്കുന്നു. മഗ്ന അവസ്ഥയിൽ യോഗം ചെയ്യേണ്ടി വരുന്നില്ല. എന്നാൽ നിരന്തരം യോഗം നടന്നുകൊണ്ടേയിരിക്കുന്നതിൻ്റെ അനുഭവം ഉണ്ടാകുന്നു. പ്രയത്നിക്കേണ്ടി വരില്ല. മഗ്നം എന്നാൽ സ്നേഹത്തിൻ്റെ സാഗരത്തിൽ ലയിച്ചു ചേരുക. ആർക്കും വേർപെടുത്താൻ ആകാത്ത വിധം ലയിച്ചിരിക്കുക. അപ്പോൾ പ്രയത്നത്തിൽ നിന്നും മുക്തമാകും. ബഹിർമുഖത ഉപേക്ഷിക്കൂ. പ്രയത്നത്തിൽ നിന്നും മുക്തമാകൂ. അനുഭവങ്ങളുടെ അന്തർമുഖതാ സ്വരൂപത്തിൽ സദാ ലയിച്ചു ചേരൂ. അനുഭവങ്ങളും സാഗരം പോലെയുണ്ട്. അനുഭവങ്ങൾ ഒന്നോ രണ്ടോ അല്ല, എണ്ണമറ്റതുണ്ട്. ഒന്നോ രണ്ടോ അനുഭവങ്ങൾ നേടി അനുഭവത്തിൻ്റെ കുളത്തിൽ മുങ്ങിയാൽ പോരാ. സാഗരത്തിൻ്റെ കുട്ടികൾ അനുഭവത്തിൻ്റെ സാഗരത്തിൽ ലയിച്ചു ചേരൂ.